ഹലോ ഗൈസ്, 10 മണിക്കൂറും 12 മണിക്കൂറും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല. ഈ പരീക്ഷാ സമയത്ത് ടോപ്പേഴ്സിനെ പോലെ നിങ്ങൾക്കും കൃത്യമായിട്ട് പഠിച്ച് മറക്കാതെ തന്നെ പരീക്ഷാ ഹാളിൽ പോയി പരീക്ഷാ പേപ്പറിൽ പകർത്തി എഴുതാൻ പറ്റുന്ന 5 പ്രധാനപ്പെട്ട ട്രിക്സ് ആൻഡ് ടിപ്സ് അടങ്ങുന്ന ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് തന്നെ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്കും ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. മക്കളെ, പരീക്ഷയ്ക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ടോപ്പേഴ്സിനെ പോലെ പഠിക്കാൻ പറ്റാത്തത്? കുറച്ച് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ തളർന്നു പോകുന്നത്, അല്ലെങ്കിൽ അവിടെ ലാഗായി ഒരിടത്ത് ഇട്ടിട്ട് പിന്നീട് മറ്റൊരു കോൺസെൻട്രേഷൻ കിട്ടാതെ, ഫോക്കസ് കിട്ടാതെ വേറെ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നത്, അവസാനം നോക്കുമ്പോൾ ഒന്നും പഠിക്കാനും പറ്റാതെ, സിലബസും കവർ ചെയ്യാനും പറ്റാതെ, പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാതെ പരീക്ഷാ ഹാളുകളിൽ ടെൻഷൻ അടിച്ച് നമ്മൾ ആ സമയം തള്ളി നീക്കേണ്ടി വരുന്നത്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഈ അവസാന നിമിഷം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഒരിക്കലും നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കരുത്. നിങ്ങളുടെ താല്പര്യം. ഞാൻ ഒരുപാട് പേര് പറയുന്നതാണ്, പക്ഷെ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. ചിലർ പറയും ടോപ്പേഴ്സ് 4 മണിക്ക് എണീച്ച് പഠിക്കുന്നു, 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്നു, ഇത്ര മണിക്കൂർ പഠിക്കണം. അങ്ങനെയല്ല. നിങ്ങൾ സ്വന്തമായി ഡിവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ സമയം വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലാതെ ഒരിക്കലും ഫോഴ്സ്ഫുള്ളായിട്ട് ഇരുന്ന് പഠിക്കരുത്. അങ്ങനെ ഫോഴ്സ്ഫുള്ളായിട്ട് നിങ്ങളുടെ തലയിലേക്ക് അടിച്ച് കുത്തി കയറ്റുന്ന ഒരു കാര്യവും നിങ്ങൾ ഓർമ്മയിൽ ഇരിക്കാനേ പോകുന്നില്ല. വളരെ ഇൻട്രസ്റ്റോട് കൂടി കാണുന്ന സിനിമയും വളരെ ഇൻട്രസ്റ്റോട് കൂടി വായിക്കുന്ന ബുക്കുകളും പറയുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലെ പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നത് ആ ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ കാണുന്നത് കൊണ്ടാണ്. ഓരോ ക്രിക്കറ്റ് കളിയിലെ സ്കോർ പോലും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത് അത്രയധികം ഇൻട്രസ്റ്റോട് കൂടി ആ ഒരു ക്രിക്കറ്റ് മാച്ച് നമ്മൾ കാത്തിരുന്ന് കാണുന്നത് കൊണ്ടാണ്. അതേ മെക്കാനിസം തന്നെയാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റഡി ചെയ്യുമ്പോഴും അതേ മെക്കാനിസം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ, തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുമ്പോൾ 2 കാര്യങ്ങൾ എടുത്തു വെച്ചിരിക്കുക. ഒന്ന്, ക്ലോക്ക് മീൻസ് ചെറിയൊരു വാച്ചായാലും മതി. 2, വെള്ളം. അതായത് അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഈ വെള്ളം കുടിക്കുക. എന്നിട്ട് നമ്മൾ സമയത്തെക്കുറിച്ച് ഒരു അവയർനെസ് വയ്ക്കുക. കാരണം അവസാന സമയത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 2-3 സബ്ജക്ട്സ് തീർക്കാനുണ്ടാകും. ആ സബ്ജക്ട്സ് തീർക്കുമ്പോൾ വെറുതെ ഒന്നിൽ തന്നെ ചവറ് പോലെ പഠിച്ചിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ടൈം സ്ലോട്ടുകൾ കൊടുത്തിട്ട് ഒരു ചാപ്റ്റർ ഇത്ര മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന്, അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ടൈം ഗോൾ വെച്ച് സെറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനാണെങ്കിൽ പോലും എത്ര ചാപ്റ്റർ, മാത്സിൽ എത്ര ചാപ്റ്റർ ഞാൻ തീർക്കും എന്ന് പറയുന്ന ഒരു ഗോളാണ്. ആ ഗോളിനനുസരിച്ച് നിങ്ങളുടെ പേസ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് ഓഫ് സ്റ്റഡി നിങ്ങൾക്ക് ക്രമീകരിക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടോപ്പേഴ്സ് വെറുതെ പഠിച്ചു പോവല്ല. അവർ കുറച്ച് പഠിക്കുകയാണെങ്കിൽ പോലും കൃത്യമായിട്ട് അത് റിവൈസ് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നതല്ല, ഇന്ന് പഠിക്കുന്ന കാര്യം ഇന്ന് രാത്രി തന്നെ കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1-2 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തവണ കൂടി റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അത് സിമെന്റഡ് ആണ്, അല്ലെങ്കിൽ കോൺക്രീറ്റഡ് ആണ് എന്ന് പറയും. അതായത് ഇന്ന് പഠിച്ചൊരു കാര്യം 4 ദിവസം കഴിഞ്ഞാണ് നമ്മൾ വീണ്ടും ഓർമ്മിക്കുന്നത് അല്ലെങ്കിൽ എടുത്ത് നോക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഒന്നേന്ന് പഠിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇന്ന് പഠിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഇന്ന് രാത്രി തന്നെ നോക്കുന്നു, എന്നിട്ട് ഒരാഴ്ചക്കകത്ത് 2 തവണ കൂടി നോക്കുന്നു. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ റിവിഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ കോംപ്ലക്സസ് സിലബസ് ആണെങ്കിൽ പോലും പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മളിപ്പോൾ വലിയ ടാലൻ്റ് ഒന്നും വേണ്ട, ബട്ട് പ്രാക്ടീസ് മേക്സ് മെൻ പെർഫെക്റ്റ് എന്ന് പറയില്ല, അതേ സംഭവം തന്നെയാണ്. പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ദ സിലബസ്, പ്രാക്ടീസ് ദ ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം. ദെൻ ലാഗ് വരരുത് എന്നുള്ളതാണ്. ഈ ലാഗ് വരരുത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ടോപ്പേഴ്സ് ഒക്കെ ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു. കാരണം നമ്മളൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റാറ്റസ് കയറി കാണാൻ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നതിനിടയിലായിരിക്കും അത് ചെയ്യുന്നത്. ബട്ട് അതിൽ സ്ക്രോളിംഗ് നീണ്ടു പോവാണ്. അവിടെ നമ്മൾ ലാഗ് വരികയാണ്. അപ്പോൾ നമ്മുടെ ഫുൾ ടൈം ടേബിൾ ആ ദിവസം മുഴുവൻ തെറ്റുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ലാഗ് വരാതെ പഠിക്കുന്നതാണ്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു കാര്യം, നമ്മുടെ മുന്നിൽ ഒരുപാട് സോഴ്സുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പല എക്സാമിനും ഇപ്പോൾ മോസ്റ്റ്ലി പബ്ലിക് എക്സാമിനൊക്കെ ആണെങ്കിൽ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചത് മാത്രമേ ക്വസ്റ്റ്യൻസ് വരൂ. അതും എങ്ങനെ വരുമെന്നും ഏത് പാറ്റേണിൽ വരുമെന്നും എന്തൊക്കെ വരുമെന്നും ഏകദേശം നമുക്കറിയാം. അപ്പോൾ ChatGPT പോലുള്ള ടൂളുകളൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ സമയത്ത് ഉപയോഗിക്കുക ജെൻസിക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു പോർഷൻ പഠിച്ചിട്ട് ChatGPTക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. കാരണം ഗൈഡ് ഇല്ല അല്ലെങ്കിൽ വേറെ റിസോഴ്സ് ഇല്ല എന്ന് പറഞ്ഞിരിക്കേണ്ട. ആ സിലബസ് കൊടുത്താൽ തന്നെ മാക്സിമം ആസ് മച്ച് ഓഫ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ChatGPT പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് തരും. അതിനെ എന്ത് ചെയ്യുക, ആശ്രയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത് യൂസ്ഫുൾ ആയെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. തുടർന്നുള്ള എക്സാമുകളായിക്കോട്ടെ, ഇനി അങ്ങോട്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ, തീർച്ചയായിട്ടും വിജയാശംസകൾ.